വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-ാമത് വാക്യം. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും എന്ന പദമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, ഏറ്റവും വേദന നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തന്റെ വാക്കുകളാണ്. എൻ്റെ ശരീരവും എൻ്റെ ത്വക്കുമൊക്കെ ഇങ്ങനെ നശിച്ചു പോയാലും എൻ്റെ സൃഷ്ടിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ ഞാൻ കാണും എന്നുള്ള ആഴമായ പ്രത്യാശയാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അനവധി ആളുകൾ കാണുന്നതിൽ പ്രത്യാശ വച്ചിരിക്കെ, ഒരു പറ്റം ആളുകൾ അത്യുന്നതനായ ദൈവത്തിലുള്ള വിശ്വാസം, അത് കാണാത്തതിലുള്ള വിശ്വാസമാണ്. ആ പ്രത്യാശയാണ് അവരെ ഭരിക്കുന്നത് എന്നതാണ്. നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് വിചാരിച്ചാൽ ഇഹത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്നുള്ളതാണ്. ഒരു വലിയ പ്രത്യാശ കൈമുതലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകുന്ന, ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളെ തിരുവചനത്തിലും ഈ കാലഘട്ടത്തിലും കാണുവാനായിട്ട് കഴിയുന്നു എന്നതാണ് സത്യം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ും 2-ഉം വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓർപ്പിക്കുന്നത്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് കഴിഞ്ഞ് ഓർപ്പിക്കുകയാണ്, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അത്യുന്നതനായ ദൈവത്തെ കാണുമെന്നുള്ള യോഹന്നാന്റെ ആഴമായ വിശ്വാസം അത് താൻ വ്യക്തമായ തലത്തിൽ അനുഭവിക്കുന്നു എന്നോർപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആ പ്രത്യാശയാണ് നമുക്കാവശ്യമുള്ളത് എന്നോർപ്പിക്കുകയും ചെയ്യുകയാണ്. പഴയ നിയമ ഭക്തനായ യോബ് വളരെ കൃത്യമായി പറയുന്നു, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, അത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ കാണും എന്നുള്ള വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലൻ വിശ്വാസത്തോടും പ്രത്യാശയോടും കാത്തിരുന്ന ദൈവത്തെ ആത്മവിവശതയിൽ കണ്ടതുപോലെ നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിനെക്കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നുള്ള പൗലോസിന്റെ വാക്കുകൾ പോലെ
ഭക്തനായ ഇയ്യോബ് ഞാൻ എൻ്റെ ദൈവത്തെ കാണും എന്ന പ്രതീക്ഷയോടെ പറഞ്ഞ വാക്കുകൾ പോലെ നമുക്കും ദൈവത്തെ കാണുവാൻ ആ വലിയ പ്രതീക്ഷയും പ്രത്യാശയുമുള്ളവരായി നമുക്ക് മുന്നേറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അനവധി ആളുകൾ കാണാത്തതിൽ പ്രത്യാശ വെച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അബ്രഹാം വാഗ്ദത്തം കേട്ട് കാണാത്തതിനു വേണ്ടി പ്രത്യാശ വെച്ച് നടന്നു നീങ്ങി അതിലെത്തിയതുപോലെ അത്യുന്നതനായ ദൈവത്തിങ്കൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.